നമസ്കാരം. ഇൻസൈഡിലേക്ക് സ്വാഗതം. കേരള നിയമസഭ പാസാക്കിയ ബില്ലുകൾ ഗവർണറും രാഷ്ട്രപതിയും ഒപ്പിടാത്ത സാഹചര്യത്തിൽ അവ തമിഴ്നാട് മാതൃകയിൽ പാസാക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം സുപ്രീം കോടതി കടലിലെറിഞ്ഞു. കേരളത്തിന്റെ ആവശ്യം ഒരു കാരണത്താലും അംഗീകരിക്കാതിരിക്കാൻ നടപടിയെടുക്കണമെന്ന കേന്ദ്ര നിയമമന്ത്രിയുടെ ആവശ്യം അംഗീകരിച്ച് അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടരമണിയും സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയുമാണ് കേന്ദ്ര സർക്കാരിനെ പ്രതിനിധീകരിച്ച് സുപ്രീം കോടതിയിൽ ഇന്നലെ ഹാജരായത്. ഫലത്തിൽ കേന്ദ്രവും കേരളവും പൂർണ്ണമായും തെറ്റി. കെ സ്റ്റാലിൻ അതേ അവസ്ഥയിലാണ് പിണറായിയും എത്തിയിരിക്കുന്നത്. മകളുടെ അഴിമതി കഥകൾ കേന്ദ്ര ഏജൻസികൾ എങ്ങനെയെല്ലാം കൈകാര്യം ചെയ്യുമെന്ന് കണ്ടറിയാം. ഒരിക്കലും തമിഴ്നാട് മോഡൽ ആവർത്തിക്കരുതെന്ന് പ്രധാനമന്ത്രി തന്നെ നിർദ്ദേശം നൽകിയിരുന്നു. കെ സ്റ്റാലിന്റെ മകൾക്കെതിരായ അഴിമതി കേസുകളൊന്നും കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുന്നില്ല. രാഷ്ട്രപതിക്കും ഗവർണർക്കും ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ സമയപരിധി നിശ്ചയിച്ച സുപ്രീം കോടതി വിധി കേരളത്തിന്റെ ബില്ലുകളിൽ ബാധകമല്ലെന്നും കേന്ദ്രം വാദിച്ചു. ഗവർണർക്കും രാഷ്ട്രപതിക്കുമെതിരെ കേരളം നൽകിയ ഹർജികളിൽ വ്യത്യസ്ത വിഷയങ്ങളുണ്ടോ എന്ന് അടുത്ത മാസം 6-ന് പരിശോധിക്കാൻ സുപ്രീം കോടതി തീരുമാനിച്ചു. ബില്ലുകളിലെ തീരുമാനത്തിന് സമയപരിധി അടക്കമുള്ള മാർഗനിർദ്ദേശം വേണമെന്നാവശ്യപ്പെട്ടുള്ള പ്രത്യേക അപേക്ഷ കേരളം പിൻവലിച്ചു. കേരളത്തിലെ സർവകലാശാല നിയമ ഭേദഗതി അടക്കമുള്ള ബില്ലുകൾ ഗവർണർ പിടിച്ചുവെച്ചപ്പോൾ കേരളം സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരുന്നു. പിന്നീട് ഈ ബില്ലുകൾക്ക് രാഷ്ട്രപതി അംഗീകാരം നൽകാത്തതിനെതിരെയും കേരളം ഹർജി നൽകി. ഈ ഹർജികൾ ജസ്റ്റിസുമാരായ PS നരസിംഹ, ജോയ് മല്യ, ബാഗ്ചി എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഇന്ന് പരിഗണിച്ചത്. തമിഴ്നാട് കേസിൽ ജസ്റ്റിസ് ജെബി പർദിവാല അധ്യക്ഷനായ ബെഞ്ച് ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ നിശ്ചയിച്ചു. സമയപരിധി ഈ ഹർജികളിലും ബാധകമാണെന്ന് കേരളത്തിന് വേണ്ടി ഹാജരായ കെ വേണുഗോപാൽ വ്യക്തമാക്കി. അതിനാൽ കേരളത്തിന്റെ ബില്ലുകളും ഇതിന്റെ അടിസ്ഥാനത്തിൽ തീർപ്പാക്കണമെന്ന് കെ വേണുഗോപാൽ വാദിച്ചു. ചുരുക്കത്തിൽ സംഗതി നേടാമെന്നാണ് പിണറായി കരുതിയത്. എന്നാൽ അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടരമണിയും സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയും കേരളത്തിന്റെ ആവശ്യത്തെ ശക്തമായി എതിർത്തു. തമിഴ്നാടിന്റെ ഹർജിയിൽ നിന്ന് വ്യത്യസ്തമായ വസ്തുതകൾ കേരളത്തിന്റെ കാര്യത്തിലുണ്ടെന്ന് ഇരുവരും ചൂണ്ടിക്കാട്ടി. ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചിന് മുൻപാകെ കേരളത്തിന്റെ മറ്റൊരു ഹർജിയുമുണ്ടെന്ന് അറ്റോർണി ജനറൽ ചൂണ്ടിക്കാട്ടിയപ്പോൾ ഇത് പരിഹരിക്കാവുന്നതേയുള്ളൂ എന്ന് സോളിസിറ്റർ ജനറൽ ഇടപെട്ട് തിരുത്തിയതും ശ്രദ്ധേയമായി. ആ ഹർജിയും കൂടി ഇപ്പോഴത്തെ കേസുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താൻ ചീഫ് ജസ്റ്റിസിനോട് അഭ്യർത്ഥിക്കാൻ ജസ്റ്റിസ് നരസിംഹ നിർദ്ദേശിച്ചു. കേരളം ഗവർണർക്കെതിരെ ഹർജി നൽകിയ ശേഷമാണ് ചില ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയച്ചത്. സർവകലാശാല നിയമ ഭേദഗതി അടക്കം 4 ബില്ലുകൾക്ക് രാഷ്ട്രപതി അംഗീകാരം നൽകിയിരുന്നില്ല. സമയപരിധി നിശ്ചയിച്ച 2-അംഗ ബെഞ്ചിന്റെ വിധിയെ ഉപരാഷ്ട്രപതിയും ചില BJP MPമാരും ചോദ്യം ചെയ്തിരുന്നു. 2-അംഗ ബെഞ്ചിന്റെ വിധി കേന്ദ്രം വിശദമായി പരിശോധിക്കുന്നു എന്ന് ഇന്ന് വ്യക്തമാക്കിയ കേന്ദ്രം വിധി മറികടക്കാനുള്ള നീക്കമുണ്ടായേക്കുമെന്ന സൂചനയാണ് നൽകിയത്. കേരള സർക്കാരിന്റെ ഹർജി വരും ദിവസങ്ങളിൽ സുപ്രീം കോടതി പരിഗണിക്കുമ്പോൾ ഗവർണർക്കായി അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടരമണി ഹാജരാകണമെന്ന് അഭ്യർത്ഥിച്ചത് മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ്. കഴിഞ്ഞ വർഷം കേരളം ഹർജി നൽകിയപ്പോൾ തന്നെ ഡൽഹിയിൽ അറ്റോർണി ജനറലുമായി ഗവർണർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കേസ് പരിഗണിക്കുമ്പോൾ രാഷ്ട്രപതിക്ക് അയക്കാനിടയായ സാഹചര്യം വിശദീകരിച്ച് വസ്തുതാ റിപ്പോർട്ടും രാജ്ഭവൻ വെങ്കിട്ടരമണിക്ക് നൽകി. രാഷ്ട്രപതിക്ക് അയച്ചതും കേരളം വ്യക്തമാക്കാതെ രാഷ്ട്രപതി തടഞ്ഞു വെക്കുന്നതും ഭരണഘടനാ വിരുദ്ധമായി പ്രഖ്യാപിക്കണമെന്നായിരുന്നു കേരളത്തിന്റെ ആവശ്യം. ബില്ലുകളിലെ തീരുമാനമെടുക്കുന്നതിൽ മാർഗരേഖ വേണമെന്നതായിരുന്നു മറ്റൊരാവശ്യം. ചുരുക്കത്തിൽ രാഷ്ട്രപതിക്കെതിരെയാണ് ഹർജി ഫയൽ ചെയ്തിട്ടുള്ളത്. അന്നത്തെ ചീഫ് സെക്രട്ടറി വി വേണുവും പേരാമ്പ്ര MLA TP രാമകൃഷ്ണനുമാണ് വ്യത്യസ്ത ഹർജികൾ നൽകിയത്. മുൻ അറ്റോർണി ജനറൽ കെ വേണുഗോപാലാണ് കേരളത്തിന് വേണ്ടി ഹാജരാകുന്നത്. സർവകലാശാലകളുടെ സ്വയംഭരണം വെട്ടിച്ചുരുക്കുമെന്നും സർക്കാരിന്റെ അതിരുവിട്ട ഇടപെടലുകൾക്ക് വഴി വയ്ക്കുമെന്നും വ്യക്തമാക്കിയതിനാലാണ് ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയച്ചതെന്ന് ഗവർണർ സുപ്രീം കോടതിയെ അറിയിച്ചിരുന്നു. ബില്ലുകൾ സർക്കാരിന്റെ ഏകപക്ഷീയമായ ഇടപെടലിന് കാരണമാകും. ഇത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം ഇല്ലാതാക്കും. വൈസ് ചാൻസലർ നിയമനത്തിന് 5-അംഗ കമ്മിറ്റിക്കായുള്ള ബിൽ സെർച്ച് കമ്മിറ്റിയിലെ UGCമാരുടെയും ചാൻസലറുടെയും പ്രതിനിധികളുടെ പ്രസക്തി ഇല്ലാതാക്കും. സ്വകാര്യ വ്യക്തിയെ ചാൻസലറാക്കുന്ന ബിൽ സാമ്പത്തിക ബാധ്യതയുണ്ടാക്കും. ചാൻസലർമാർക്ക് സ്വയംഭരണാധികാരം ഇല്ലാതാവും. 7 ബില്ലുകളാണ് രാഷ്ട്രപതിക്ക് അയച്ചിരുന്നത്. ലോകായുക്ത ഭേദഗതിക്ക് മാത്രമാണ് അനുമതി നൽകിയത്. 4 തള്ളി. 2021 വാഴ്സിറ്റി അപ്പലേറ്റ് ട്രൈബ്യൂണൽ നിയമ ഭേദഗതി 1-ാം ബില്ലും 2022 ഗവർണറുടെ ചാൻസലർ സ്ഥാനം ഒഴിവാക്കാനുള്ള 2-ാം ബില്ലും മാത്രമാണ് രാഷ്ട്രപതിയുടെ മുന്നിലുള്ളത്. ഇതാണ് രാഷ്ട്രപതി ഒപ്പിടാത്തത്. നിയമസഭയിൽ പാസ്സായ ബില്ലുകളിൽ തീരുമാനം വൈകുന്നതുമായി ബന്ധപ്പെട്ടാണ് സംസ്ഥാനം രാഷ്ട്രപതിക്കെതിരെ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയത്. രാഷ്ട്രപതിയെ കൂടാതെ രാഷ്ട്രപതിയുടെ സെക്രട്ടറിയെയും ഗവർണറെയും കക്ഷി ചേർത്താണ് റിട്ട് ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത്. ഗവർണറുടെ അധികാരം വെട്ടിക്കുറയ്ക്കാനുള്ള ബില്ലിൽ അടക്കം തീരുമാനം വന്നിട്ടില്ല. നേരത്തെ തന്നെ ഇതടക്കം ചില ബില്ലുകൾ തടഞ്ഞു വെക്കപ്പെട്ടു എന്ന വാദം ഉയർന്നിട്ടുള്ളതാണ്. ഇതിൽ ഭരണഘടനാ വിദഗ്ധരോടും അഭിഭാഷകരോടും എല്ലാം ചർച്ച ചെയ്ത ശേഷമാണ് ഇപ്പോൾ സംസ്ഥാനം ഇങ്ങനെയൊരു നീക്കം നടത്തിയിരിക്കുന്നത്. രാജ്യത്തെ ഏറ്റവും ഉന്നതമായ ഭരണഘടനാ സ്ഥാപനം
സ്ഥാപനമാണ് രാഷ്ട്രപതി. ഇതിനെതിരായ പരാതി എന്ന് പറയുമ്പോൾ സുപ്രീം കോടതിയിൽ തന്നെ ഇതൊരു അപൂർവമായ ഹർജിയാണ്. ഇത് രാജ്യത്തെ അപൂർവ സംഭവങ്ങളിൽ ഒന്നാണ്. രാജ്യത്തെ എല്ലാ ഗവർണർമാരും കേന്ദ്ര നിയമമന്ത്രിയുടെ നേതൃത്വത്തിൽ കേരള സർക്കാരിനെതിരെ അണിനിരക്കുന്ന സാഹചര്യമാണുള്ളത്. അറ്റോർണി ജനറലിനെ തന്നെ ഇറക്കാൻ കേന്ദ്രം തീരുമാനിച്ചത് വിഷയത്തിന്റെ ഗൗരവം ഉൾക്കൊണ്ടാണ്. നിയമസഭ പാസാക്കിയ ബില്ലുകൾ ഒപ്പിടാത്തതിന് തനിക്കെതിരെ സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചതിൽ ഭരണഘടനാപരമായ പരിരക്ഷയാവും ഗവർണർ ചൂണ്ടിക്കാട്ടുക. ഭരണഘടനാ വിരുദ്ധവും സർക്കാരിന് ദുരുദ്ദേശങ്ങളുള്ളതുമായ ബില്ലുകളാണ് തടഞ്ഞുവെക്കുന്നതെന്നാണ് ഗവർണറുടെ വാദം. അതാണ് രാഷ്ട്രപതിക്ക് അയച്ചത്. സുപ്രീം കോടതിയെ സർക്കാർ മാനേജ് രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങൾ പ്രസിഡന്റിനെതിരെ നടത്തുന്ന നീക്കങ്ങൾ കേരളം കേസിലൂടെ പ്രതിരോധിക്കാനാണ് കേന്ദ്രം ആലോചിക്കുന്നത്. ഗവർണർ ബില്ലുകളിൽ ഒപ്പിടാത്തതിനെതിരായ ഹർജി കഴിഞ്ഞ നവംബറിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളിയിരുന്നു. സാധാരണഗതിയിൽ ഗവർണർമാർക്കെതിരെ കോടതികൾ ഉത്തരവുകൾ പാസാക്കാറില്ല, ചില നിരീക്ഷണങ്ങൾ നടത്താറ് മാത്രമാണുള്ളത്. എന്നാൽ തമിഴ്നാട് കേസിലാണ് വ്യത്യസ്ത അനുഭവം ഉണ്ടായത്. 2021 നവംബർ മുതലുള്ള ബില്ലുകൾ തടഞ്ഞുവെച്ചത് ഭരണപ്രതിസന്ധി ഉണ്ടാക്കിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചത്. ബില്ലുകളിൽ ഒപ്പിടാത്തത് ചൂണ്ടിക്കാട്ടി തെലങ്കാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചെങ്കിലും ഗവർണർക്ക് നോട്ടീസ് അയക്കാൻ കോടതി വിസമ്മതിച്ചിരുന്നു. ഓരോ ബില്ലും ഒപ്പിടാത്തതിന്റെ കാരണം ഗവർണർ നിരത്തും. ആശുപത്രികളെയും ആരോഗ്യ പ്രവർത്തകരെയും ആക്രമണത്തിൽ നിന്ന് സംരക്ഷിക്കാനുള്ള ബിൽ, GST നിയമത്തിൽ ഭേദഗതി നികുതി ചുമത്തൽ നിയമങ്ങൾ ബിൽ എന്നിവ ഗവർണർ ഒപ്പിട്ടത് ചൂണ്ടിക്കാട്ടി ഭരണസ്തംഭനമെന്ന സർക്കാർ വാദത്തെ നേരിടും. ബില്ലുകൾ ഗവർണർക്ക് അംഗീകരിക്കുകയോ തടഞ്ഞുവെക്കുകയോ പുനഃപരിശോധനയ്ക്ക് തിരിച്ചയക്കുകയോ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയക്കുകയോ ചെയ്യുക. തിരിച്ചയക്കുന്ന ബിൽ നിയമസഭ വീണ്ടും പരിഗണിച്ച് ഭേദഗതികളോടെയോ ഇല്ലാതെയോ ഗവർണർക്ക് അയച്ചാൽ ഒപ്പിട്ടേ പറ്റൂ. അതിനാലാണ് തീരുമാനമെടുക്കാതെ രാജ്ഭവൻ രാഷ്ട്രപതിക്ക് അയച്ചത്. ഗവർണർ ഒപ്പിടാത്ത ബില്ലുകളും കാരണവും ഇവയാണ്. ചാൻസലർ പദവി വെട്ടൽ ബിൽ പാസാക്കിയാൽ വാഴ്സിറ്റികളിൽ രാഷ്ട്രീയ അതിപ്രസരമുണ്ടാകും. ഇത് സംഭവിച്ചാൽ സർവകലാശാലയിൽ സ്വയംഭരണം ഇല്ലാതാകും. 5 അംഗ സെർച്ച് കമ്മിറ്റിയിൽ സർക്കാരിന്റെ ഇഷ്ടക്കാർ VC ആവും. വാഴ്സിറ്റി ട്രൈബ്യൂണൽ സ്ഥാപിച്ചാൽ ഹൈക്കോടതിയെ നോക്കുകുത്തിയാക്കി വിരമിച്ച ജില്ലാ ജഡ്ജിയെ സർക്കാരിന് നിയമിക്കാം. പൊതുജനാരോഗ്യ ബില്ലിൽ ആയുഷ് വിഭാഗത്തിന് പരിഗണനയില്ല. അലോപ്പതി ഒഴികെയുള്ള ഡോക്ടർമാർക്ക് പ്രതിഷേധമുണ്ട്. സ്വകാര്യ വനങ്ങൾ നിക്ഷിപ്തമാക്കൽ ബില്ലിൽ പട്ടയം ആധികാരിക രേഖയാണെന്ന സുപ്രീം കോടതി ഉത്തരവ് മറികടക്കുകയാണ് ലക്ഷ്യം. ഇത്തരത്തിൽ സർക്കാരിന്റെ ഗൂഢലക്ഷ്യങ്ങൾ ഒന്നൊന്നായി വലിച്ചു പുറത്തിടുകയാണ് ലക്ഷ്യം. മുൻ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ മറ്റ് സംസ്ഥാനങ്ങളിലെ ഗവർണർമാരിൽ നിന്ന് വൻ പിന്തുണയാണ് ലഭിച്ചിരുന്നത്. ആരിഫ് മുഹമ്മദ് ഖാനെ മറ്റ് ഗവർണർമാരുമായുള്ള അടുത്ത ബന്ധമാണ് കാരണം. BJP ഇതര സർക്കാരുകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഗവർണർ സർക്കാർ പോര് രൂക്ഷമാണ്. ബംഗാൾ പോലുള്ള സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രി ഗവർണർ പോര് സുപ്രീം കോടതിയിലെത്തി. കഴിഞ്ഞ കുറെ നാളുകളായി ഇടത് സർക്കാരിനെ പ്രതിസന്ധിയിലാക്കാനുള്ള വഴികൾ തേടുകയായിരുന്നു BJP നേതൃത്വം നൽകുന്ന കേന്ദ്ര സർക്കാർ. ഇക്കാര്യത്തിൽ BJPയുടെ സംസ്ഥാന നേതൃത്വം ദുർബലമാണെന്ന് മനസ്സിലാക്കിയ കേന്ദ്ര സർക്കാർ ഗവർണറിലാണ് പ്രതീക്ഷ അർപ്പിക്കുന്നത്. ഗവർണർക്ക് എന്തൊക്കെ അധികാരങ്ങൾ ഉണ്ടെന്നും ഇല്ലെന്നും, റബ്ബർ സ്റ്റാമ്പാണോ അല്ലയോ എന്നൊക്കെ വിവിധ കേസുകളിൽ സുപ്രീം കോടതി വിധികളുണ്ട്. ബില്ലുകൾ പരിഗണിക്കുമ്പോൾ ഗവർണർക്ക് എന്തെല്ലാം അധികാരമുണ്ടെന്ന് 1979 സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് YV ചന്ദ്രചൂഡ് അധ്യക്ഷനായ ഭരണഘടനാ ബെഞ്ചും വ്യക്തമാക്കിയിട്ടുണ്ട്. നിയമസഭ പാസാക്കുന്ന ബില്ലുകളിൽ ആർട്ടിക്കിൾ 200 അനുസരിച്ച് 3 തരത്തിൽ ഗവർണർക്ക് തീരുമാനമെടുക്കാം. ബില്ലിന് സമ്മതം നൽകുകയോ സമ്മതം തടഞ്ഞുവെക്കുകയോ അല്ലെങ്കിൽ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്കായി അയക്കുകയോ ചെയ്യാം. ഭരണഘടനാ പ്രകാരം ബില്ലിൽ സമ്മതം അറിയിക്കാതെ തടഞ്ഞുവെക്കാനുള്ള ഗവർണറുടെ അധികാരം സംബന്ധിച്ച് സുപ്രീം കോടതിയും വ്യക്തമാക്കിയിട്ടുണ്ട്. കേന്ദ്ര സഹായം ലഭിക്കുന്നില്ലെന്ന് ആരോപിച്ച് കേരളം കേന്ദ്ര സർക്കാരിനെ സമീപിച്ചതുപോലെ ഗവർണർക്കെതിരായ കേസുകയാകുമെന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ പറയുന്നത്. നിർമ്മല സീതാരാമനെതിരായ കേസിൽ കേരളത്തിന് പണി കിട്ടി. അതേ അവസ്ഥ ഗവർണർക്കെതിരായ കേസിലും നിയമവൃത്തങ്ങൾ പ്രതീക്ഷിക്കുന്നു. കാരണം ഭരണഘടനാ സ്ഥാപനങ്ങളെ സാധാരണഗതിയിൽ കോടതികൾ തൊട്ടുകളിക്കാറില്ല, പ്രത്യേകിച്ച് സുപ്രീം കോടതി. തമിഴ്നാട് കേസ് അപൂർവങ്ങളിൽ അപൂർവമായിരുന്നു. ആ ജഡ്ജിയല്ല കേരളത്തിന്റെ കേസ് കേൾക്കുന്നത്.